ഈ ഒരു ഡിഷ് ഞങ്ങൾക്ക് കാസർഗോഡ് നിന്നാണ് കിട്ടിയത്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മ സപ്നാന്റെയാണ് ഈ സാധനം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ആ റെസിപ്പി ഞങ്ങൾ ഇങ്ങനെ അടിച്ചു മാറ്റി. അതിനായിട്ട് ഒരു പാനിലോട് തേങ്ങാപ്പീരിയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഡ്രൈ ആയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തു. ഇവിടെ മല്ലിയും പിരിയമുളകും കിട്ടാത്ത കാരണം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൊണ്ട് ഞങ്ങൾ ഡ്രൈ റോസ്റ്റ് എടുത്തു. കുരുമുളക് കൂടെ വേണമായിരുന്നു, പക്ഷേ സാധനം എൻ്റെ ഉണ്ടായിരുന്നില്ല. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം പച്ചമുളകും സവോളയും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കുക. വരണ്ട് വന്ന സവോളയിലോട്ട് ആവശ്യമുള്ള ഉപ്പും തക്കാളിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തക്കാളി ഉടച്ചെടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ലിഡ് ഒന്ന് ഇതുപോലെ തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് വെച്ച പൊടികളില്ലേ, അത് ഇതിന്റെ പുറത്തോട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. ഇനി ആ കുക്ക് അയക്കുന്ന ചിക്കനുമായിട്ട് ആ പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാല കിടന്ന ചിക്കൻ ഒന്ന് കുക്ക് ആയതിനു ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി ഒരു ഇച്ചിരി കോൽപ്പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾ, നമ്മുടെ ഈസി ചിക്കൻ സുക്ക റെഡി. ഇത് കാസർഗോഡ് എന്ന് വെച്ചാൽ സെയിം ടേസ്റ്റ് അല്ല, എന്നാലും സംഗതി സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.